തൊടിയൂർ GHSSൽ പ്രതിഭാസംഗമം നടത്തി. SSLC+2 പരീക്ഷാ വിജയികളെയും കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും മെറിറ്റ് അവാർഡ് സമ്മാനിച്ചു. തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരും കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരുമായ പ്രതിഭകളെയുമാണ് ആദരിച്ചത്. പ്രതിഭാസംഗമം എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ മൈക്കെടുക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ പേടിയായിരിക്കും അല്ലയോ? എന്ന് കേട്ട് കുഴഞ്ഞു എന്ന് പറയുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഈ +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 10 കഴിഞ്ഞ് പുതിയ ഒരു ഇതിലേക്ക് പോയ കുഞ്ഞുങ്ങളോടായാലും ഇപ്പോൾ പഠിക്കുന്ന ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ മുതലുള്ളവരോടായാലും ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ മക്കൾ പാടിയില്ലേ, പാദങ്ങൾ ഇടറാതെ കാത്തുകൊള്ളണേന്ന്. അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. നിങ്ങളുടെ ആരുടെയും പാദങ്ങൾ ഇടറാതെ, ഒരു തെറ്റിലേക്കും വഴിക്ക് വീഴാതെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി, ഏറ്റവും നിശ്ചയദാർഢ്യമുള്ള, ആത്മാഭിമാനമുള്ള, നട്ടലുള്ള കുഞ്ഞുങ്ങളായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന്. കുഞ്ഞു കുഞ്ഞു പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിഠായി തന്നോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കുഴിമന്തി ഓഫർ ചെയ്തോ ഒക്കെ ഏതെങ്കിലും ഒരു ചേട്ടനോ ഒരു മാമനോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ഒക്കെ എന്തിനെങ്കിലും നിങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ എനിക്കിത് ആവശ്യമില്ല എന്ന്, അതായത് ഏറ്റവും ഉറച്ച ശബ്ദത്തിൽ ഒരു നോ പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. PTA പ്രസിഡന്റ് S ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണേൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ G പ്രദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയപ്രകാശ്, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ അരുൺകുമാർ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീജ, വാർഡംഗങ്ങളായ അജിത മോഹൻ, G അജിത് കുമാർ, സിനി സജു, SMC ചെയർപേഴ്സൺ K നൌഷാദ്, രാധിക രണദിവെ, KB വിജയൻ, തൊടിയൂർ വിജയൻ, S സുസ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.